ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയും വിക്രവും അതുപോലെ അനിയൻകുട്ടനും കൂടെ ഓടി കതച്ച് നമ്മുടെ വർഗീസേട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. അവർ രണ്ടുപേരും വാതിൽ തുറന്നു കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇവരെ വിളിച്ച് അകത്തേക്ക് കയറ്റി. അപ്പോൾ ഇവർ പേടിച്ച് വരണ്ട് നിൽക്കുക. എന്ത് പറ്റി, എന്നാ കാര്യമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇവർ വിവരങ്ങൾ പറയാം. അപ്പോൾ അവർ പിടിച്ചെന്ന് പറഞ്ഞു. പിടിക്കുക? ആരെ? എന്താ ഇത്? അപ്പോൾ ആരിൽ നിന്നാണോ ഞങ്ങൾ ഇത്രയും കാലം ഓടിപ്പോന്നുകൊണ്ടിരുന്നത് അവരിൽ നിന്ന് തന്നെയാണെന്ന് വിക്രം ഇങ്ങനെ അവരോട് പറയാം. ഇവർ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം ഞാനെല്ലാം വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞു. മേരി നീ പോയി കാപ്പി ഇടാൻ പറഞ്ഞു ചേട്ടൻ. അപ്പോഴത്തേക്ക് മേരി ചേച്ചി കാപ്പി ഇടാൻ പോയി. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാൻ വിക്രം, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്ന് ആ ചേട്ടൻ വിക്രത്തോട് പറഞ്ഞു. വേദയൊക്കെ ദീർഘശ്വാസം ഇട്ടിങ്ങനെ നിൽക്കുക. ഓടി മടുത്തട്ടെ. അനിയൻകുട്ടനും ആകെ പേടിച്ചരണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഇവന്മാരാ നേരം തേയിലത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് ഇവരെ അന്വേഷിച്ച് രാത്രിയിൽ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് 4 പാടും പോയി കിട്ടിയില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിൻ്റെ അമ്മായച്ചൻ എന്തിനു കൊള്ളാളാ നിന്നെയൊക്കെ, ഇത്രയൊക്കെ പോങ്ങന്മാരുണ്ടായിരുന്നു, ഏറ്റവും പുഷ്പം പോലെ അമ്മ രക്ഷപ്പെട്ട് പോയില്ല എന്ന് ചോദിച്ചു. അവൻ എങ്ങോട്ട് രക്ഷപ്പെടാനാ, ഈ തോട്ടത്തിനുള്ളിൽ എവിടെയെങ്കിലും അവൻ ഉണ്ടാകുമെന്ന് ശ്രീകാന്തം. എന്നാൽ തെരഞ്ഞ് കണ്ടുപിടിക്കടാ വേഗം ഒന്ന് അമ്മായച്ചൻ. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ അവന്മാരെയും പറഞ്ഞു വിട്ടു. ആ സമയത്ത് അവന്മാർ ഇനി ഇവിടെ എങ്ങും തപ്പിയിട്ട് കാര്യമില്ല, കിട്ടില്ല എന്ന് ഈ ജോബി പറഞ്ഞു. അപ്പോൾ പിന്നെ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുകയാണ്. മൈക്കിളാച്ചനാണ് അവരുടെ ലോക്കൽ ഗാർഡിയൻ എന്നും നമ്മളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി അവർക്ക് ആ പള്ളിമേടയിൽ കയറുക എന്നുള്ളതാണെന്ന് ജോബി. അവർ ആ പള്ളിമേടയിൽ കാണുമെന്ന് പറയും. എന്നാൽ അങ്ങോട്ട് ചെന്നാലോ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പോകുമ്പം, എടാ മരപ്പൊട്ട, വേഗം കയറി അങ്ങോട്ട് ചെല്ല്. പള്ളിക്കകത്ത് ഞാനും നീയും കയറി പ്രശ്നം ഉണ്ടാക്കിയാൽ വിഷയമായിട്ട് മാറും. അത് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. പള്ളിമണി അടിച്ച് ആളെ കൂട്ടിയാലേ പിന്നെ എന്തുണ്ടാകുമെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. കൈയോടെ അകത്തേക്ക് അങ്ങ് ഇടും, അത്രേ ഉള്ളൂ. പിന്നെ അവരുടെ കൂടെ അനിയൻകുട്ടനുണ്ട്. പുളിക്ക് എൻ്റെ മരണത്തിന് അവൻ സാക്ഷിയാണെന്ന കാര്യം നീ ഓർക്കണമെന്ന് പറഞ്ഞു. അവനങ്ങ് പണ്ട് ഇല്ലാണ്ടാക്കിയാൽ മതിയായിരുന്നു. ശ്രീകാന്ത് പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടുവോടാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞു മകൻ. ആദ്യം അവർ പള്ളിക്കകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം, പിന്നെ എന്ത് വേണം നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവന്മാരതും പ്ലാൻ ചെയ്ത് അവിടെ ഇരിക്കും. പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പോൾ ഇതെല്ലാം കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മേരി ചേച്ചി പറയാണ്, എൻ്റെ ഈശ്വര ഇതൊക്കെ കേട്ടിട്ട് തന്നെ പേടിയാവുള്ളല്ലോ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നാ ചോദിച്ചു. അപ്പോൾ മൈക്കിളച്ചൻ ഒരു വഴി പറയാതിരിക്കില്ല എന്ന് പറഞ്ഞു ഈ വർഗീസ് ചേട്ടൻ. അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ തന്നെ ഇരിക്കെ, ഞാനും മേരിയും കൂടി പള്ളിയിലൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. നിങ്ങളിവിടെ ഇതിനകത്തുള്ളത് ആരും അറിയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വീട് പുറത്തൊന്ന് പൂട്ടിയേച്ച് പോകാമെന്നും പറഞ്ഞു. അങ്ങനെ അവർ ഇക്കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ജോബി അവരുടെ കൂടെ ഉണ്ട്, അത് സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കാരണവശാൽ ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞു വർഗീസ് ചേട്ടനും ചേച്ചിയും കൂടെ പള്ളിയിലേക്ക് പോവാം. ഇവർ ജീപ്പ് എടുത്ത് അങ്ങ് പോകുമ്പോൾ വിക്രം എന്നും പറഞ്ഞുകൊണ്ട് അനിയൻകുട്ടൻ വിക്രത്തെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ, എനിക്ക് പേടിയാവുന്നിടാ എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ കരയുന്ന അനിയൻകുട്ടനെ ആശ്വസിപ്പിച്ച് ഇവർ കൂടെ നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വണ്ടിയിൽ അങ്ങ് പോകുന്നു. അപ്പോൾ ഈ ജോബി ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായക്കടയിൽ വന്നിരിക്കുവാണ്. ഇവന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ ആരൊക്കെയാ ജോബി സാറേ ഇവർ? അപ്പോൾ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നാട്ടിൽ നിന്നുള്ളവരാണെന്നും വെറുതെ നിന്ന് കറങ്ങാൻ വന്നതാണെന്നൊക്കെ ജോബി പറയാം ഈ കടക്കാരോട്. ജോബി സാറിന് ഇപ്പോൾ തോട്ടത്തിൽ പണിയില്ലാത്തതുകൊണ്ട് കറങ്ങാൻ പിന്നെ ഒത്തിരി നേരം ഉണ്ടല്ലോ സാറേ എന്നും ചോദിച്ച് കളിയാക്കുവാണേ. അപ്പോഴാണ് അവരുടെ ജീപ്പ് അതിലെ പോകുന്നത് ഇവർ കാണുന്നത്. അപ്പോഴേക്ക് ഈ കടക്കാരൻ പറഞ്ഞു, ഇന്ന് ഈ വർഗീസിന് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇടയ്ക്കൊരു ചായയൊക്കെ പതിവുള്ളതായിരുന്നു, ഇന്ന് എന്തോ പറ്റിയോ എന്തോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അയാൾ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ ജോബിച്ചേട്ടന് കാര്യം മണത്തു. ജോബിച്ചേട്ടൻ പറഞ്ഞു, അതെ നമ്മുടെ ഇരകളെ വിളിച്ച മാളവേദാണെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇയാൾ പറയാം. അപ്പോഴേക്കും അച്ഛനും മോനും കൂടെ ഒരു ചിരിയും പാസ്സാക്കി ഇങ്ങനെ ഇരിക്കുന്നു. അവിടുന്ന് നേരെ അമ്മമാരെല്ലാവരും കൂടി നമ്മുടെ വർഗീസ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോണു. അവിടെ ചെന്ന് വാതിലേൽ കല്ലുകൊണ്ടൊക്കെ ഇടിക്കുക കേട്ടോ. തുറക്കടാ, വാതിൽ തുറക്കടാ എന്നും പറഞ്ഞു. ഇനി നീ ഒന്ന് ഒളിച്ചിരുന്നിട്ട് കാര്യമില്ലടാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വേദയും വിക്രവും കൂടി അവിടെ ഇങ്ങനെ ഇരിക്കല്ലേ. ഈ ശബ്ദം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി പിടിക്കപ്പെട്ടു എന്ന്. എടാ വിക്രം തുറക്കടാ. അന്നേരത്തിനും വേദ, വിക്രം നിന്റെ ഓട്ടം കഴിഞ്ഞടാ, തുറക്കടാ, നിന്റെ അവസാന യാത്രകൾ അന്ത്യമായിട്ടാടാ ഞാൻ വന്നിരിക്കുന്നത്, വാതിലുറക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ കിടന്ന് ഒച്ച വയ്ക്കുകയും നമ്മുടെ ശ്രീകാന്ത്. അപ്പോഴേക്കും നമ്മുടെ വിക്രം പുറകിൽ കൂടെ ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കും. 2 അവന്മാർ പുറകിൽ നിൽക്കായിരുന്നു. അമ്മായച്ചനും പിന്നെ ഒരു ഗുണ്ടയും കൂടി നമ്മുടെ വിക്രത്തെ ചവിട്ടിയിട്ടു. പിടിയടാ അവനെന്ന് പറഞ്ഞു. പിന്നെ അകത്തോടെ മറ്റോമാർ കയറി വന്ന് വേദയും അനിയൻകുട്ടനെയും ഒക്കെ പിടിച്ചു. അങ്ങനെ അവരെ അവിടെ നിന്ന് കൊണ്ടുപോവുക. ഒരു പാറയുടെ മുകളിലേക്കാണ് കൊണ്ടുപോകുന്ന, കൈയൊക്കെ കെട്ടി. ഈ സമയത്ത് നമ്മുടെ വർഗീസ് ചേട്ടൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ വീടൊക്കെ തുറന്ന് കിടക്കുക. അപ്പോൾ അച്ഛനും ഉണ്ട് കൂട്ടത്തിൽ. അയ്യോ പൂട്ടിയിട്ടിരുന്ന വീടാണല്ലോ എന്ന് പറഞ്ഞ് വർഗീസ് ചേട്ടൻ ടെൻഷൻ അടിക്കുക. അപ്പോൾ ചതിച്ച് വെച്ചായോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മേരി ചേച്ചി പിന്നെ ഓടി കയറി ഇവരകത്ത് നോക്കിയപ്പോൾ ഇല്ല. അച്ഛൻ പുറത്തോടെയൊക്കെ നോക്കി, അവിടെ ഇല്ല. എന്താ വർഗീസ് എന്താ? അപ്പോൾ അവരെ കാണാനില്ല അച്ചോ എന്ന് പറഞ്ഞു. പെട്ടല്ലോ അച്ചോ, ആരോ ഇവിടെ വന്നിട്ടുണ്ട് അച്ചോ,
എൻ്റെ പൊന്നു കർത്താവെ ചതിച്ചോ എന്ന് നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും വലിയൊരു മലയുടെ മുകളിൽ ഒരു പാറക്കെട്ടിൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ വേദയെയും വിക്രത്തെയും കൊണ്ടുവന്ന് ഇവന്മാർ കെട്ടിയിട്ടിരിക്കുക. അതുപോലെ അനിയും കുട്ടനെയും വടിയും പത്തലും വടിവാളും ഒക്കെ ആയിട്ട് ഇവന്മാർ ചുറ്റിനും ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് ശ്രീകാന്ത് എന്ന് പറയുന്നവനും അമ്മായച്ചനും കൂടെ ഒരു കാലൻ ചിരിയൊക്കെ ചിരിച്ച് വണ്ടിയിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുവാണ്. അങ്ങനെ പെങ്ങളുടെ മുന്നിലേക്ക് ഒരു പേപ്പറൊക്കെ പിടിച്ച് ആങ്ങളെ വന്നിങ്ങനെ നിൽക്കുക. വിക്രത്തിനും വേദയ്ക്കും വരുന്ന കലിയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദേഷ്യം, ഇവനെ കൊല്ലാനുള്ള ദേഷ്യം അവർക്കുണ്ട്. അമ്മായച്ചൻ വന്നിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് മകന് കിട്ടാതെ പോയ മരുമകളെ. അപ്പം ഇങ്ങനെ വലിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. വേദയ്ക്കാണ് ഇവരുടെ നോക്കാൻ പോലും ഇഷ്ടമല്ല മുഖത്തേക്ക്. അനിയൻകുട്ടൻ പാവം പേടിച്ചാരണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അതിനെ കൊല്ലുമെന്ന് അതിനെ അറിയാം. ഭാര്യയും ഭർത്താവും കൂടി ഞങ്ങളെ കൊടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നല്ലേ, അതിനാണ് നീ ഇവനെ കൊണ്ട് മല കയറിയതല്ലേ എന്ന് ശ്രീകാന്ത് വേദയോട് ചോദിക്കുക. വേദയ്ക്കാണെങ്കിൽ ഇവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാനുള്ള കലിപ്പിൽ ഇങ്ങനെ നിൽക്കാം. ഇവന് വെളിവ് വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഇവനെയും കൊണ്ട് നിന്റെ തന്തയുടെ മുന്നിൽ ഹാജരാക്കി ഞങ്ങളെ അങ്ങ് ഒലത്തിക്കളയാവുന്ന കരുതിയോടി നീ എന്ന് അയാൾ ചോദിക്കാം. അങ്ങനെ ഇവരെ പരിഹസിച്ചും പുച്ഛിച്ചും ഒക്കെ സംസാരിക്കുന്നു. അപ്പോൾ പറയുന്നത് നിങ്ങളുടെയും കൂടി അച്ഛനെ, എന്നിട്ടും അത് കേട്ട് നിൽക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ആ അച്ഛനും അങ്ങേരുടെ അച്ഛനും കൂടി അടിയും എനിക്കിട്ട് പണത് തന്നു ശ്രീകാന്ത്. പിന്നെ ഞാൻ അവരെ പൂജിക്കണോടി. ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാമെന്നും അതൊരിക്കലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന് വേദ ശ്രീകാന്തിനോട് മുഖത്ത് നോക്കി പറഞ്ഞു. അന്നേരത്തേക്കും പെങ്ങടെ കവിളത്തൊക്കെ ഇങ്ങനെ പിടിച്ച് ശ്രീകാന്ത് ഇങ്ങനെ ഞുള്ളിപ്പറിക്കുക. പൊന്നു മോളെ, അന്ത്യയാത്രിയെ കാത്തുകെട്ടി നിൽക്കുമ്പോഴും നിനക്ക് ഉശിരിനൊരു കുറവില്ലല്ലോടിയെന്ന് ചോദിച്ചാൽ എൻ്റെ കവളൊക്കെ പിടിച്ച് ഞെരിക്കും. അപ്പോൾ വിടറോ അവളെ എന്ന് പറഞ്ഞു വിക്രം. അപ്പം നിർത്തണമെന്ന് പറഞ്ഞ് വിക്രത്തെ തല്ലിയാൻ മായച്ചൻ. അപ്പോഴേക്കും വിക്രം എന്ന് പറഞ്ഞു വേദ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കരയുക. അപ്പോൾ എന്താടി അവനെ തല്ലിയപ്പോൾ നിനക്ക് നൊന്തോടി, നിനക്ക് വേദനിച്ചോടി എന്ന് ആ വേദന പോരൽ അടിക്കട ഇവനെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെ കൊണ്ടെല്ലാം വിക്രത്തെ തലങ്ങും ബലങ്ങോട്ട് അടിപ്പിക്കുക. നിർത്താൻ പറയടോ, നിർത്താൻ പറയാനെന്ന് വേദ ശ്രീകാന്തിനോട് പറഞ്ഞു. വിക്രം വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഭയങ്കര കരച്ചില്. അവന്മാരാണെങ്കിൽ പാവം വിക്രത്തെ അടിച്ച് ഒരു പരുവാക്കി. വിക്രത്തിന് അനങ്ങാൻ മേലാത്തതുപോലെ അവന്മാരാക്കി. പക്ഷെ തോറ്റു കൊടുക്കാൻ നമ്മുടെ വിക്രം തയ്യാറല്ലല്ലോ. അവനെ തല്ലിയാൽ അവൾക്ക് അത്രയ്ക്ക് വേദനിക്കുമെന്നുണ്ടെങ്കിൽ അവനെ വിട്ടേക്കാം അല്ലേ ശ്രീകാന്തേ എന്ന് അമ്മയച്ചൻ. വിട്ടേക്കാം അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാട്ടോ. അവളോട് ഈ പേപ്പറിനകത്തേക്ക് ഒന്ന് ഒപ്പിട്ട് തരാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ വെറുതെ എന്തിനാ നമ്മുടെ സമയം മെനക്കെടുത്തുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ, മോൾ ഒപ്പിട്ടോ, ഒപ്പിടാം. അന്നേരം വേദ അരുത് ചെയ്യരുതെന്ന് വിക്രം പറഞ്ഞു. അപ്പോൾ വായടക്കിടാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മായച്ചൻ വിക്രത്തോട്. അപ്പോൾ ഇവരെ കെട്ടിയിട്ട് സ്വത്തടിച്ച് മാറ്റാൻ നോക്കിയതാ. ഇതിലെ നിന്റെ ഒരു വിരള അടയാളം വെച്ചാലും മതി, അതിപ്പോൾ നിന്റെ സമ്മതം പോലും എനിക്ക് വേണ്ട. എങ്ങനെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ വേദയോട് പറയുന്നു. എല്ലാം നിനക്കായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതിനുശേഷം നിനക്കുണ്ടാകുന്ന കുഞ്ഞിന്, അതുവഴി ആ കുഞ്ഞുണ്ടാകുന്നതേ ഇവനിൽ നിന്നാണെങ്കിൽ എല്ലാം ഇവനും ഇവൻ്റെ കുടുംബത്തിനും. എവിടെ നിന്നോ കയറി വന്ന താലി കെട്ടിയ ഒരു തെണ്ടി തറവാടടക്കം കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കണോ ഞാൻ എന്ന് ശ്രീകാന്ത് വേദയോട് ചോദിക്കാട്ടോ. അതുകൊണ്ട് ആദ്യം നീ ഇതിലൊരു വിരലടയാളം വെക്കാം, അതിനുശേഷം ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. എന്താച്ചാ അതല്ല അതിൻ്റെ ശരി. അപ്പം നമ്മുടെ വിക്രത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കലി കയറിയിട്ട് ഇവനെയൊക്കെ തല്ലിക്കൊല്ലാനുള്ള കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ അനിയൻകുട്ടനെയും ഒക്കെ ഇവന്മാർ ഉപദ്രവിക്കും. കാരണം അനിയൻകുട്ടനെയൊക്കെ ഉപദ്രവിക്കുമ്പോൾ വിക്രം ഒപ്പിട്ട് കൊടുക്കും എന്നിവന്മാർക്കറിയാം. അതുകൊണ്ട് അങ്ങനെ വിക്രത്തെയും വേദയെയും ഇവന്മാർ കെട്ടിയിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ തല പോയാലും ഒപ്പിടില്ല എന്നുള്ളൊരിതിലും, വിക്രമാണെങ്കിലും അതിൽ ഒപ്പിടിയിക്കില്ല എന്നുള്ളൊരു വാശിയിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നത്തോട് പ്രശ്നവും അവന്മാർ ഇവരെ കീഴടക്കി നിർത്തിയിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് വേദയെയും വിക്രത്തെയും രക്ഷിക്കാനായിട്ട് നമ്മുടെ സേതു എത്തുന്നതും, അതുപോലെ തന്നെ ശ്രീകാന്ത് എന്ന് പറയുന്നവൻ്റെ നെഞ്ചത്ത് നോക്കി തന്നെ നമ്മുടെ വിക്രം വെടിവെക്കുന്നതും അവനെ കാലപുരിക്ക് അയക്കുന്നതുമായിട്ടൊക്കെയുള്ള ഒരുപാട് എപ്പിസോഡുകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. എന്തായാലും വിക്രത്തെയും വേദയെയും തീർത്ത് കളയാൻ വളർന്നിട്ടില്ല ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും. മരുമകനും അമ്മായച്ചനും കൂടെ കുറേ പ്ലാൻ ചെയ്ത് കൂട്ടിയതാണല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇവരെ തീർക്കാൻ വന്നപ്പോൾ അവരിൽ നിന്ന് ഒരാളെ തിരിച്ച് വീട്ടിലേക്ക് പോവുള്ളൂ എന്ന് അവരോർത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും നമ്മുടെ കഥയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതെല്ലാം കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ.
എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെയൊക്കെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ് കേട്ടോ. എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.